ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടോക്കിംഗ് അബൌട്ട് സെലിബ്രേഷൻസ്. സെലിബ്രേഷനെ കുറിച്ച്, അതായത് ആഘോഷങ്ങൾ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരുപാട് ആഘോഷങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷമുള്ള ഒരു രാജ്യം. അപ്പം അതെനിക്ക് തോന്നുന്നു ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ഓരോ സമയങ്ങളിലാണ് ആഘോഷങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരാളോട്, വേറൊരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഒരു അപ്രോച്ച് നടത്താം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെലിബ്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ. ഗ്രേറ്റ് ഗൈസ്. സോ എല്ലാവർക്കും ക്യാപ്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ കാര്യത്തിൽ. ഗ്രേറ്റ്. സെലിബ്രേഷൻസ് ആൻഡ് ഹോളിഡേയ്സ്. സോ കോമൺ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോമൺ സെലിബ്രേറ്ററി എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കോൺവെർസേഷൻ പീസസ് ആൻഡ് ഫ്രേസിങ്സ്. എങ്ങനത്തേക്ക് എത്തരം രീതിയിലുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ പീസസ് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രേസിങ്സ് എങ്ങനെ ചെയ്യണം, അത് കൂടാണ്ട് വൊക്കാബുലറി, കുറച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ്, അതായത് ഇന്റർനാഷണൽ ഹോളിഡേയ്സ് കുറേയൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയാത്തതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലാസ്. സോ കോമൺ സെലിബ്രേറ്ററി എക്സ്പ്രഷൻസ്. ഹാപ്പി ബർത്ത്ഡേ, മേ ഗുഡ് cheer ലാസ്റ്റ് ത്രൂ ഔട്ട് ദ ഇയർ. നമ്മൾ പറയില്ലേ, എന്താണ്, എല്ലാവിധ സന്തോഷങ്ങളും ഞാൻ നേരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. വിഷിംഗ് യു ഓൾ ദ ഹോപ്പ്, വണ്ടർ ആൻഡ് ജോയ് ദാറ്റ് ദ സീസൺ കൻ ബ്രിങ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീസണിൽ എന്താ ഇപ്പം നമുക്ക് റംസാൻ എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൽ അപ്പം ചിലർ നമ്മൾ അവർ വിഷ് ചെയ്യുമ്പം പറയും എല്ലാവിധ നന്മകളും നേരട്ടെ, എൻ്റെ സീസൺ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കട്ടെ. ഇത്തരം രീതിയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട്. സോ സം ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലും ചോദിക്കുന്ന ടൈപ്പാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫെസ്റ്റിവൽ, ഹോളിഡേ അല്ലെങ്കിൽ സെലിബ്രേഷൻസ്. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ വെൻ ഇസ് ഇറ്റ്, എപ്പോഴാണ്, അല്ലെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ലാസ്റ്റ്, എത്ര നാളത്തേക്ക് ഉണ്ട്, അപ്പം നീ ഹൗ ഡു യു സെലിബ്രേറ്റ്, നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക കോൺവെർസേഷൻ പീസസ് ആണ്. നമ്മൾ ഒരാളോട് ഇപ്പം നമുക്ക് അറിയാത്തൊരു ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട് പൊതുവെ. സോ അടുത്ത കോൺടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ റിമൈൻഡർ അബൌട്ട് ക്യാപ്ഷൈൻ സ്റ്റൈൽ, ലേണിംഗ് സ്റ്റൈൽ. അതായത് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സംസാരിക്കാനുള്ള എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിലും നമ്മളുടെ സംസാരം ആ ഒരു ഇതിനകത്തേക്ക് വരുമ്പം ആൾക്കാർക്ക് ഭയമാണ്. അപ്പോൾ അതിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കും. അതാണ് എൻ്റെ മെയിൻ ഐഡിയ. അപ്പം മറ്റു പിള്ളേരുമായിട്ട് ലേൺ ആൻഡ് പ്രാക്ടീസ് എ ഗ്രൂപ്പ്, മറ്റു പിള്ളേരുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എവിടേക്കാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ ചില സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ മന്ത്ലി ഫ്ലുവൻസി ട്രാക്ക്, നമ്മുടെ പെർഫോമൻസ് നമുക്ക് സ്വയം ഇരുന്ന് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു, എവിടെയൊക്കെ ഞാൻ ലാഗ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ. ഇതൊക്കെ കഴിഞ്ഞ് ഡെയിലി മൈക്രോ ലെസൺസ്, നമ്മുടെ കോൺസെപ്റ്റ്സിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ളൊരു അടിപൊളി പരിപാടിയാണ്. അപ്പം നല്ലൊരു പാക്കേജാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗ്രേറ്റ്. സോ വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫെസ്റ്റിവൽ? നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സെലിബ്രേഷൻ ഇസ് ബ്ലാങ്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലിബ്രേറ്റ് ബിക്കോസ് അതിനൊരു റീസൺ ഉണ്ടാവും. കാരണം എനിക്കറിയില്ല, എനിക്ക് ഓണം എന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം കൂടുന്ന ഒരു സംഭവമാണ്. ദൂരെ നിന്നുള്ള എല്ലാവരും വരും, പൂക്കളിടും, അതിടും ഇതിടും, നമുക്ക് പറയാൻ നമ്മുടേതായ ഓരോ റീസൺസ് ഉണ്ട്. അപ്പം ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഇസ് പൊങ്കൽ, അല്ലെങ്കിൽ ബിക്കോസ് വി കം ഫ്രം എ ഫാമിലി ഓഫ് ഫാമേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അസ്. അപ്പം പൊങ്കൽ എന്ന് പറയുമ്പോൾ ഫാമേഴ്സിൻ്റെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. അതുകൊണ്ടാണ് പൊങ്കൽ എൻ്റെ ഫേവറേറ്റ് ഫെസ്റ്റിവൽ. വെൻ ഇസ് ഇറ്റ്, എപ്പോഴാണത്? ഇറ്റ്സ് ഓൺ പെർട്ടിക്കുലർ ഡേറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കുറേ നാളത്തേക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് എൻഡ്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേറ്റ്, അങ്ങനെ നമുക്ക് പറയാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ലാസ്റ്റ്? അപ്പോൾ നമുക്ക് ഇതൊക്കെ ചോദിക്കാം. ഇറ്റ് ലാസ്റ്റ് ഫോർ ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ്, ചിലപ്പോൾ 14 ഡേയ്സിന് അതുണ്ടാവും. അല്ലെങ്കിൽ ഓണം ഇപ്പോൾ 10 ദിവസത്തേക്കാണ്, അത്തം തൊട്ട് തിരുവോണം വരെ. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. ഹൗ ടു ഇൻവൈറ്റ് സമൺ ഫോർ എ സെലിബ്രേഷൻ? എങ്ങനെ നമുക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇത് ചിലപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ സമയമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? I'm hosting a party, a barbecue, lunch, dinner party, and it would be great if you can make it. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ. ഇതൊരു വേ ഓഫ് അപ്രോച്ച് ആണ്. അല്ലെങ്കിൽ വാട്ട് ആർ യു അപ് ടു ദിസ് വീക്കെൻഡ്? എന്താണ് ഈ വീക്കെൻഡ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ലെന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും വരണം, നമ്മൾ അങ്ങനെ പറയില്ല. സോ ആ ഒരു രീതിയിൽ നമുക്ക് അത് അപ്രോച്ച് ചെയ്യാം. വി ആർ ഹോസ്റ്റിംഗ് എ സ്മോൾ പാർട്ടി ഫോർ ദിവാലി ആൻഡ് ഐ വുഡ് ലവ് ഇറ്റ് ഇഫ് യു കുഡ് മേക്ക് ഇറ്റ്, അല്ലെങ്കിൽ ഇഫ് യു ബി ദെയർ, അല്ലെങ്കിൽ ജോയിൻ മീ, അല്ലെങ്കിൽ ജോയിൻ അസ്. നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ജോയിൻ അസ് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊക്കെ ഓരോ കോൺവെർസേഷൻ പീസസ് ആണ്.
How to ask someone about their plans. അവരുടെ പ്ലാൻസിനെ കുറിച്ച് ഇപ്പം സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റും നമുക്ക്? How do you plan to spend your summer holidays? Summer holidays അല്ലെങ്കിൽ വിന്റർ വെക്കേഷൻ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക പൂജ ഹോളിഡേയ്സ്, ദിവാലി ഹോളിഡേയ്സ്, ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ? How does your family celebrate such and such festival? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫെസ്റ്റിവൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇനി അതല്ലെങ്കിൽ what holidays do you celebrate? എന്ത് ഹോളിഡേയ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ പറ്റും. Great. ഇനി English idioms associated with celebrations. Celebrations ആയിട്ട് associated ആയിട്ടുള്ള കുറച്ച് idioms നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Have a whale of a time, അല്ലെങ്കിൽ to have the time of your life. This idiom means have a great time, അല്ലെങ്കിൽ thoroughly enjoy oneself. ഒരു നല്ല സമയം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ഞാൻ നന്നായി ആഘോഷിച്ചു അല്ലെങ്കിൽ എൻജോയ് ചെയ്തു, അതാണ് ഒരു സംഭവത്തിന്റെ. We had a whale of a time at Claire's birthday party. വെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, തിമിംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു സമയം, ഭയങ്കര സന്തോഷം, പിന്നെ വലിയൊരു സമയം കിട്ടി ക്ലാസിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക്. ഗ്രേറ്റ്. വേറെ നോക്കുവാണെങ്കിൽ ദ ലൈഫ് ഓഫ് ദ പാർട്ടി അല്ലെങ്കിൽ സോൾ ഓഫ് ദ പാർട്ടി. ദിസ് idiom is used to describe someone who is the liveliest or most entertaining person at a party. അതായത് ഭയങ്കര സോഷ്യൽ ആയിട്ടും ഭയങ്കര ഗ്രിഗേറിയസ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ലൈവ്ലി ആണ് പുള്ളി. അത്തരം ഒരാളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സംഭവം പറയാം, ദ ലൈഫ് ഓഫ് ദ പാർട്ടി. പുള്ളി ഇല്ലെങ്കിൽ ആകെ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ എന്താ പറയുക എനർജി മോഡാണ്. ഹീസ് ഓൾവേസ് ബീൻ ദ ലൈഫ് ഓഫ് ദ പാർട്ടി, സോൾ ഓഫ് ദ പാർട്ടി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വേറെ നോക്കുകയാണെങ്കിൽ ത്രോ പാർട്ടി. ത്രോ പാർട്ടി എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ടു പ്ലാൻ, ഓർഗനൈസ് അല്ലെങ്കിൽ ഹോസ്റ്റ് പാർട്ടി. ഞാനൊരു പാർട്ടി ത്രോ ചെയ്യുന്നുണ്ട് നമ്മൾ പറയില്ലേ, എടുത്തെറിയാന്നല്ല, ത്രോ ചെയ്യുന്നുണ്ട്. അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. കേറ്റ് ആൻഡ് അലക്സ് ആർ ത്രോയിങ് എ പാർട്ടി നെക്സ്റ്റ് സൺഡേ. അവരെന്തെങ്കിലും വെഡിങ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും റിലേഷൻഷിപ്പ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ത്രോയിങ് എ പാർട്ടി. അപ്പം അവരൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം എന്തായാലും വരണം. ഇത്തരം രീതിയിൽ നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഇത്തരം ഫ്രേസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത കുറച്ച് നോക്കുവാണെങ്കിൽ a social butterfly. Social butterfly, and they used to describe a sociable person who is outgoing, has a lot of friends and is always attending parties and other social events. അതായത് വളരെ ഔട്ട്ഗോയിങ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പുള്ളൊരു ചിലപ്പം സോളൊക്കെ ഉണ്ടാവില്ല, ഒരു അങ്ങനത്തെ ഉള്ള ടീംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയൊരു എന്താ പറയുക ഇഡിയമാണ് a social butterfly. David is a bit of a social butterfly. പുള്ളി എല്ലാവരുമായിട്ട് നന്നായി ഇടപഴകും, നന്നായി മിങ്കിൾ ചെയ്യും, ഭയങ്കര സോഷ്യലാണ് ആൾക്കാർ, നമ്മളെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. Paint the town red അല്ലെങ്കിൽ color the town red used to describe to go out of party areas to enjoy oneself. അതാണ് paint the town red എന്നൊക്കെ പറയില്ലേ. We are going to color the city red after dinner. നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്, ആഘോഷിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവമാണ്. കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ലെറ്റ് യുവർ ഹെയർ ഡൗൺ. ദിസ് മീൻസ് ടു എൻജോയ് യുവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് ടു റിലാക്സ്, എസ്പെഷ്യലി ആഫ്റ്റർ വർക്കിംഗ് വെരി ഹാർഡ്. അതായത് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പറിച്ച് ലെറ്റ് യുവർ ഹെയർ ഡൗൺ, ഒന്ന് റിലാക്സ്ഡ് ആവുക, കുറച്ച് സമയം നമുക്ക് തന്നെ കൊടുക്കുക. അത്തരം ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യാൻ പറ്റും. ഫാമിലി ഗെറ്റ് ടുഗെദർ ഗേവ് us all a chance to really let our hair down. അതായത് ഒരു സെലിബ്രേഷൻ്റെ കേസ് വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് അഴഞ്ഞ് നമ്മുടെ ആൾക്കാർ തന്നെ, അപ്പം നമുക്ക് തന്നെ എന്താ പറയുക ഏത് രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാം, നമ്മുടെ ആൾക്കാരുടെ മുമ്പിലല്ലേ, ഒരു പേടിയൊന്നുമില്ലാണ്ട് അങ്ങനെ അഴഞ്ഞ് നമ്മൾ ആഘോഷിച്ച് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്തു ആ ഒരു ഡേ. ഗ്രേറ്റ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാനായിട്ട്. Which phrasing is the correct answer to the question, which is your favorite holiday? ഈ ഒരു ചോദ്യത്തിന് ഏതാണ് ഇങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ? My favorite holiday is Diwali because the entire city gets illuminated with lights on this day. I celebrate my favorite holiday by cooking up a feast and getting together with my family. My favorite holiday lasts for 4 days. ഇതിനകത്ത് ഏതാണ് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്? സോ ഇതിനകത്ത് ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ്. കാര്യം അതിനകത്ത് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഹോളിഡേ, കാരണം ഇതാണ് എൻ്റെ റീസൺ. മറ്റിനകത്തൊക്കെ ഐ സെലിബ്രേറ്റ്, എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ഇത്ര ദിവസം നിൽക്കുന്നു, പക്ഷെ ആ ചോദ്യത്തിന് റെലവെന്റ് അല്ല. ഓർക്കുക എന്താണ് ചോദ്യം, നമ്മൾ ഇടയ്ക്ക് കേൾക്കാറില്ല, ചോദ്യം വ്യക്തമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ which phrasing is the correct answer to the question on which date does Holi fall? It lasts for 2 days. It's on 18th March. It starts from ഇത് and ends ഇത്. അപ്പം ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ്? ഏത് ദിവസമാണ് ഹോളി എന്നാണ് നമ്മുടെ ചോദ്യം. ദിവസം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ആകെ ഒരൊറ്റ ഉത്തരവുള്ളത് ഇതാണ്. എത്ര ദിവസത്തേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഗ്രേറ്റ്. സോ ഇതൊക്കെയാണ് എന്താ പറയുക നമുക്കൊരു സെലിബ്രേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ കോൺവെർസേഷൻ പീസസും ഫ്രേസിങ്സും. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളും നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇത്തരം ഫ്രേസിങ്സും ഇഡിയംസും ഒക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കോൺവെർസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ട്രയൽ കിട്ടാൻ visit caption.com അല്ലെങ്കിൽ caption ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.